30th question. ഇതിന് 3 പാർട്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ എഴുതണം. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ്സ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ്സ് ജനറേറ്റഡ് ബൈ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ്സ് ജനറേറ്റഡ് ബൈ revolving the regions. Find the volume of the solids generated by revolving the regions bounded by the lines. Find the volume of the solid generated by revolving the regions bounded by the lines and curves. Find the volume of the solid generated by revolving the regions bounded by the lines and curves about the y-axis. About the y-axis. Bounded, revolving the region bounded by the lines and curves about the y-axis. First one, A part. The region enclosed by. The region enclosed by. The region enclosed by x equal to root 5 y square. Region enclosed by x equal to root 5 y square, x equal to 0, y equal to minus 1, y equal to 1. Enclosed by x equal to root 5 y square, x equal to 0, y equal to minus 1, y equal to 1. Second part. The region enclosed by x equal to root 2 sin 2y. Root 2 sin 2y. 0 less than or equal to y less than or equal to pi by 2. X equal to 0. The region enclosed by x equal to root 2 sin 2y. 0 less than or equal to y less than or equal to pi by 2. X equal to 0. C part. X is equal to 2 divided by y plus 1. X equal to 0. Y equal to 0. Y equal to 3. The region enclosed by x equal to 2 divided by y plus 1. X equal to 0. Y equal to 0. Y equal to 3. നമുക്ക് ഓരോന്നും ചെയ്യാം. ആദ്യം ഫസ്റ്റ് വൺ, എ പാർട്ട്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം നിങ്ങൾ ഫിഗർ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മുടെ വൈ ആക്സിസ് ആണ്. പിന്നെ വൈ ഈക്വൽ ടു -1, വൈ ഈക്വൽ ടു -1, വൈ ഈക്വൽ ടു 1. ഇത് 1, ഇത് -1. പിന്നെ എക്സ് ഈക്വൽ ടു 0, അപ്പോൾ ഈ ആക്സിസ് ആണ് വരുന്നത്. പിന്നെ ഉള്ളത് റൂട്ട് 5 വൈ സ്ക്വയർ ആണ്. എക്സ് 0 വരും, വൈക്ക് നമ്മൾ -1 കൊടുത്താൽ എക്സ് എന്ന് പറയുന്നത് റൂട്ട് 5 വരും അല്ലേ. എക്സിന് നമ്മൾ -1 ആണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലേ, വൈക്ക് നമ്മൾ -1 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സ് എന്ന് പറയുന്നത് റൂട്ട് 5. റൂട്ട് 5 എന്ന് പറയുമ്പോൾ നമുക്ക് 1, 2 പോയിൻ്റ് വരും. ഇപ്പോൾ ഏകദേശം ഈ ഒരു പോർഷൻ എടുക്കുക. അപ്പോൾ ഇവിടത്തെ വാല്യൂ ഇവിടെയും വരും, ഇവിടെയും വരും. -1 എടുത്താലും +1 എടുത്താലും ഇത് റൂട്ട് 5 ആണല്ലോ വരുന്നത്. ഇനി നമ്മൾ വൈക്ക് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സ് 0, അപ്പോൾ ഇവിടെ വരും. വൈ 0 ആണെങ്കിൽ എക്സ് 0. വൈ 1 വരുമ്പം എക്സ് റൂട്ട് 5, -1 വരുമ്പോൾ റൂട്ട് 5. അപ്പോൾ 0ൽ 0, റൂട്ട് 5ൽ ഇങ്ങനെ വരും. ഇവിടെയും വരും, ഇവിടെയും വരും. 0ൽ 0, റൂട്ട് 5ൽ 1ഉം -1. അപ്പം -1, വൈ -1 വന്നാലും റൂട്ട് 5 ആണ്, വൈ +1 വന്നാലും റൂട്ട് 5 ആണ്. ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് y ഈക്വൽ ടു 1, ഇത് y ഈക്വൽ ടു -1, ഇത് y ഈക്വൽ ടു -1,
ഇത് y ഈക്വൽ ടു 1, ഇത് എക്സ് ഈക്വൽ ടു √5y² എന്നുള്ള കർവ്. അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതാണ്. അപ്പം നിങ്ങളൊന്ന് ഷെയ്ഡ് ചെയ്യണേ. ഇത്രയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും പോർഷൻ ഇവിടെ ഉണ്ട്, ഇത്രയാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു റീജിയനെ നമ്മൾ y ആക്സിലോട്ട് റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വരുമല്ലോ, അത് വരയ്ക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ വരും അല്ലേ. അപ്പം നമ്മുടെ സർക്കുലർ ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്ത് വരും? ഈ ഒരു പോർഷനാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തോട്ട് വരച്ചതാണ്. ഫിഗർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ സർക്കുലർ ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കേർവ്. അപ്പോൾ സർക്കുലർ ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഹിയർ r of y ഈക്വൽ ടു എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ആ ലൈനിൽ തന്നെ എഴുതിയാൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു √5y². a of y is equal to pi into ry the whole square, which is equal to pi into r of y എന്ന് പറയുന്നത് √5y² the whole square ആണ്. അപ്പം അത് pi 5y⁴ എന്ന് വരും. ഇനി വൈയുടെ റേഞ്ചാണ് നമുക്ക് വേണ്ടത്. y -1 തൊട്ട് y വരെ വേരി ചെയ്യും. അതും കൂടെ എഴുതണം. y varies from -1 to 1. Therefore വോളിയം ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ r of y എന്ന് പറയുന്നത് എക്സ് ആണ്. y ആക്സിസ് റിവോൾവ് ചെയ്യുമ്പോൾ r of y ആണ് വരുന്നത്, അത് എക്സിൻ്റെ വാല്യൂ വരും. അപ്പോൾ അത് √5y² ആണ്. നമ്മൾ a of y എന്ന് പറയുന്നത് πry² ആണ്. അപ്പോൾ അത് 5y⁴ എന്ന് വന്നു. y varies from -1 to 1. Therefore വോളിയം ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1 pi into ry the whole square dy വരും, which is equal to integral -1 to 1 pi ry the whole square എന്ന് പറയുന്നത് 5πy⁴ 5πy⁴ dy എന്ന് വരും. ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. 5π കോൺസ്റ്റൻ്റ് ആണ്, 5π കോൺസ്റ്റൻ്റ് ആണ്. y⁴ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y⁴ + 1, അപ്പോൾ y⁵5/5 ഫ്രം -1 to 1 വരും. അപ്പോൾ ഈ 5 കൂടെ പോകുമ്പം 2 5 കൂടെ ക്യാൻസൽ ചെയ്ത് വരും. പയ്യെ y⁵ 1/5 -1/5 എന്ന് വരും. അപ്പോൾ അത് പൈ 1/1 -1/5 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ 1 - -1 എന്ന് പറയുമ്പോൾ 1 + 1 2, വിച്ച് ഈസ് ഈക്വൽ ടു 2π എന്ന് ആൻസർ കിട്ടും. ഇൻ്റഗ്രേഷൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ ഒന്നും ഫിഗർ പോലും ആവശ്യം നമുക്ക് സത്യത്തിലില്ല. നമുക്ക് എക്സ് ഈക്വൽ ടു √2 sin 2y, y വേരീസ് ഫ്രം 0 to π/2, എക്സ് ഈക്വൽ ടു 0. ഫിഗർ വേണമെങ്കിൽ വരയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. വൈയുടെ റേഞ്ച് 0 തൊട്ട് ഇത് π/2 ആണെങ്കിൽ ഇവിടെ 0. അപ്പോൾ നമ്മൾ വൈക്ക് 0 കൊടുത്താൽ എക്സ് 0 അല്ലേ. വൈക്ക് നമ്മൾ π/2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 sin 2π/2 എന്ന് പറയുമ്പോഴത്തേക്കും 2 × π/2, അപ്പം sin π അതും 0 ആണ്. അപ്പോൾ ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ ഒരു π/4 നമ്മൾ എടുക്കുവാണെങ്കിൽ π/4 നമ്മളെടുത്താൽ y ഈക്വൽ ടു ഒരു π/4 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരുമല്ലോ. y π/4 ആണ് വരുന്നതെങ്കിൽ 2 sin 2π/4 എന്ന് പറയുമ്പം 2 sin π/2, അപ്പോൾ √2 വരും. അപ്പോൾ x ഈക്വൽ ടു √2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും.